ഈ ദുരന്ത കാഴ്ചകൾ കണ്ട് നെഞ്ചുലഞ്ഞു നിൽപ്പാണ് കേരളം ഒന്നാകെ. തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർക്ക് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കിയ കാഴ്ച കണ്ടതിൻ്റെ മരവിപ്പ്. വയനാട്ടിലെ മനുഷ്യരനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ തീവ്രത അതേപോലെ മനസ്സിലാകുന്ന മനുഷ്യരാണ് പെട്ടിമുടിയിലേതും. 70 ജീവനുകളെടുത്ത പെട്ടിമുടി ദുരന്തത്തിൻ്റെ 4ാം വാർഷികമാണിന്ന്. 2020 ഓഗസ്റ്റ് 6 രാത്രിയാണ് തോരാതെ പെയ്ത മഴയ്ക്കൊപ്പം പെട്ടിമുടിയിലെ ലയങ്ങളിൽ ഉറങ്ങിക്കിടന്ന 70 മനുഷ്യരെ മണ്ണെടുത്തു കൊണ്ടുപോയത്. ഇടുക്കിയിലെ ഒരു തൊഴിലാളി ഗ്രാമത്തെ തന്നെ അപ്പാടെ വിഴുങ്ങിയ ഉരുൾപൊട്ടൽ. മലയടിവാരത്തെ 4 ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. 4 പേരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പാതിമയക്കത്തിലെ ഒരു ഞൊടിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ദുരന്തം ബാക്കി വച്ചവർ അലറി നിലവിളിച്ച് നേരം വെളുപ്പിച്ചു. രാത്രി 10:45 നടന്ന അപകടം പുറത്തറിഞ്ഞത് 10 മണിക്കൂറിന് ശേഷം. ദുരന്ത ഭൂമിയിലേക്ക് സഹായമെത്താൻ പിന്നെയും വൈകി. പിന്നെ കണ്ടത് സമയവും കാലവുമില്ലാത്ത രക്ഷാപ്രവർത്തനം. കിലോമീറ്ററുകൾക്കകലെ നിന്നു പോലും കണ്ടെടുത്തു മൃതദേഹങ്ങൾ. വയനാടിന്റെ സമാനമായ അനുഭവമായിരുന്നു അന്ന് പെട്ടിമുടിക്കും. 4 ലൈനിലുണ്ടായിരുന്ന 22 ലയങ്ങളിലായി കിടന്നുറങ്ങിയിരുന്നത് 82 തോട്ടം തൊഴിലാളികളാണ്. രക്ഷപ്പെട്ടത് 12 പേർ മാത്രം. മരിച്ച 66 പേരുടെ മൃതദേഹങ്ങൾ 19 ദിവസം നീണ്ടുനിന്ന തെരച്ചിൽ വേണ്ടിവന്നു കണ്ടെടുക്കാൻ. അധികൃതർ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടും ചെളിക്കൂമ്പാരങ്ങളിലൂടെ ഉച്ചവരെ തേടി പിന്നെയും നടന്നു അവിടുത്തെ മനുഷ്യർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേരള തമിഴ്നാട് സർക്കാരുകൾ അന്ന് നഷ്ടപരിഹാരം നൽകി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇന്നുവരേക്കും ലഭിച്ചിട്ടില്ലെന്ന് ഉറ്റവർക്കൊപ്പം ആയുസ്സിന്റെ സമ്പാദ്യം കൂടി നഷ്ടപ്പെട്ടവർ കണ്ണീരോടെ പറയുന്നു. അപകടം നടന്ന 4 വർഷം പൂർത്തിയാകുമ്പോഴും ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പെട്ടിമുടിക്കാർക്ക് മുക്തിയായിട്ടില്ല. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.